സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. സുഖമായിരിക്കുന്നുവോ? ആത്മീയമായി സന്തോഷമായിരിക്കുന്നുവോ? ഭൗതികമായി എല്ലാ വിഷയങ്ങളിലും അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ? നല്ല ആരോഗ്യത്തോടെ ആയിരിക്കുന്നുവോ? സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നോക്കൂ, ഈ ലോകത്തിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുവാനിടയാകും. ലോകത്തിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടായിരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ സാഹചര്യങ്ങളെല്ലാം എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കുകയില്ലല്ലോ. എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ആൾക്കാർ എങ്ങനെ സംസാരിക്കുമെന്ന് നമുക്കറിയില്ല. എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. നാമും വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിനായി, പരീക്ഷണങ്ങളെ ജയിക്കുന്നതിനായി കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് ജയം നൽകും, സഹായിക്കും. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് വിശ്വാസമർപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മുടെ ദിവസങ്ങൾ നാം ആരംഭിക്കാം. അനുദിനം നാം ചെയ്യുന്ന കാര്യമെല്ലാം സബലീകരിക്കും. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് ദോഷത്തിൽ നിന്നും, ആപത്തിൽ നിന്നും, പോരാട്ടങ്ങളിൽ നിന്നുമെല്ലാം നാം ജയം നേടുന്നതിന് വേണ്ടി, നമ്മുടെ സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കും. ഈ ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്താണെന്നറിയാമോ? പണമാണെന്നാണോ? സമ്പത്ത് ആണെന്നാണോ? ഈ ലോകത്തെ സംബന്ധിച്ച എങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണെന്നാണോ? നോക്കൂ, എന്തൊക്കെ ഉണ്ടായാലും നിനക്ക് കുടുംബം ഇല്ല എങ്കിൽ ഈ ലോകത്തിൽ നിന്റെ സ്നേഹം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി, നിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി നിനക്ക് കൂട്ടായിരുന്നു കൊണ്ട്, നിനക്ക് സഹായി ആയിരുന്നു കൊണ്ട് ആരുണ്ട്? പറയൂ. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നാണ് പറയുന്നത്. അതായത് രക്തബന്ധങ്ങൾ ലോകബന്ധങ്ങളെക്കാൾ വലുതായിരിക്കുന്നുവല്ലോ. അതെ, ദൈവമാണ് കുടുംബ വ്യവസ്ഥയെ സ്ഥാപിച്ചത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് തക്ക തുണിയായി അവനു വേണ്ടി ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു. ഭാര്യാഭർത്താക്കന്മാർ ചേർന്ന് ഏകമനസ്സുള്ളവരായി, അനുഗ്രഹീതരായി, നന്മ പ്രാപിച്ച് ഭൂമിയിൽ വളർന്നു വരണമെന്ന് അവൻ ആഗ്രഹിച്ചു. പരസ്പരം ചേർന്നുകൊണ്ട്, പരസ്പരം സന്തോഷിച്ചുകൊണ്ട്, ഐക്യത ഉള്ളവരായിട്ട് ദൈവത്തിൻ്റെ നന്മകളെ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. കുടുംബം എത്രയോ വിലയേറിയതാണ്. ഭാര്യാഭർത്താക്കന്മാർ ഏകമനസ്സുള്ളവരായി ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ ആയിരിക്കുന്ന മക്കളും അനുഗ്രഹിക്കപ്പെടും. മാതാവും പിതാവും, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ആ കുടുംബമായി ചേർന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. നോക്കൂ, ഈ ദിവസം മാതാപിതാക്കളായിരിക്കുന്ന നിങ്ങൾ ഒരു സമയമാകുമ്പോൾ കുഞ്ഞുങ്ങളായി മാറുമല്ലോ. നിങ്ങളുടെ വാർദ്ധക്യ സമയത്ത് നിങ്ങളുടെ മക്കൾ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളെ നോക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ മക്കൾ ഒരു സമയമാകുമ്പോൾ വാർദ്ധക്യത്തിലാകും. അവരുടെ മക്കൾ അവരെ നോക്കുന്നത് പോലെ ഒരു ജീവിതചര്യയാണ് ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കണമെന്നും വാർദ്ധക്യ സമയമാകുന്ന സമയത്ത് അവരെ ഉപേക്ഷിക്കുകയും അരുതെന്ന് ദൈവം പറയുന്നത്. കുടുംബ വ്യവസ്ഥ ദൈവത്തിൻ്റെ കൈയാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ദൈവം ഉന്നതമായ ഉദ്ദേശത്തോടുകൂടി സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചു. അവർ മക്കൾ ഉള്ളവരായിട്ട് ഭൂമിയിൽ വളരണമെന്നും ഭൂമിയിൽ അവർ വാഴണമെന്നും ദൈവം ആഗ്രഹിക്കുകയുണ്ടായി. ഈ കാലത്ത് കുടുംബം ഛിന്ന ഭിന്നമായി പോകുന്നതിന്, ദാരിദ്ര്യത്തിൽ ആകുന്നതിൻ്റെ, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് മദ്യപാനമാണ്. ഈ കാലത്ത് എല്ലാ ഭവനങ്ങളിലും ഒരു മദ്യപാനി ഉണ്ടായിരിക്കുന്നത് കാണുവാൻ കഴിയും. കുടുംബത്തെ സംരക്ഷിക്കേണ്ടതായി എത്രയോ പിതാക്കന്മാർ മദ്യപാനികളായി മാറിയിട്ട് കുടുംബത്തെ നോക്കാതിരിക്കുന്നത്, ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത്, പിന്നീട് അവർ രോഗം വന്നിട്ട് അകാലമായിട്ട് മരിച്ചു പോകുന്നതും നാം കാണുന്നു. കുടുംബം നശിപ്പിക്കുവാൻ വേണ്ടി പിശാച് ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മദ്യപാനം ആണ് എന്ന് പറയുന്നതിൽ ഒരു സംശയവും ഇല്ല. ഒരു വീട്ടിൽ ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനമുണ്ടായിരിക്കുമോ? ആ കുടുംബത്തിലെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയായി തീരുമെന്നാണ്. ഒരു മദ്യപാനി തന്നെത്താൻ നശിക്കുക മാത്രമല്ലാതെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ശാപമായിട്ടും മാറുന്നു. തൻ്റെ ഭാര്യയെ കണ്ണുനീർ കുടിപ്പിക്കുന്നു. എത്രയോ പുരുഷന്മാർ തങ്ങളുടെ ഉത്തരവാദിത്തം മറന്നുപോകുന്നു. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഓരോ പുരുഷനും തൻ്റെ കുടുംബത്തിന്, തൻ്റെ ഭവനത്തിന്, ആ സ്ത്രീക്ക് ശിരസ്സായിട്ടിരിക്കുന്നു. അതെ, ഒരു വ്യക്തി തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ അവിശ്വാസിയേക്കാൾ പ്രാകൃതനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവൻ തൻ്റെ ഭാര്യയെ പോറ്റണം, തൻ്റെ മക്കളെ പോറ്റേണ്ടതാണ്. കുടുംബത്തിന് നായകനായിരിക്കുന്ന നീയ്, കുടുംബത്തിൻ്റെ ശിരസ്സായിരിക്കുന്ന നീയ്,
കുടുംബത്തിന് ആശ്വാസമായിരിക്കേണ്ട നീ നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ ആ കുടുംബം എങ്ങനെയായി പോകും? എത്രയോ പുരുഷന്മാരിങ്ങനെ ചെയ്യുന്നുണ്ട്, തന്റെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കാത്തവരായിരിക്കുന്നു. നിങ്ങളും അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയിട്ട് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുക. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങളോടുകൂടെ അവസാനം വരെ നിൽക്കുന്നത് നിങ്ങളുടെ കുടുംബം മാത്രമാണ്, ഈ ലോകക്കാർ അല്ലെന്നോർക്കുക. ഈ ലോകത്തിന്റെ വസ്തുവകകൾ അല്ലയോ നീ രോഗക്കിടക്കിലായിരിക്കുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുന്നത്, നിന്റെ കൂടെ ആയിരിക്കുന്നത്, നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ വീട്ടുകാരാണല്ലോ. ഈ ദിവസം എത്രയോ ആളുകൾ തങ്ങളുടെ കുടുംബക്കാരെ ഉപേക്ഷിച്ചിട്ട് അന്യവ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായിരിക്കുന്നു. എന്നാൽ സ്വന്തം ഭാര്യയെയും സ്വന്തം മക്കളെയും ഉപേക്ഷിച്ച് ജീവിക്കുന്നവരുണ്ട്. മദ്യപാനത്തിന് അടിമയായിരിക്കുന്നവർ തങ്ങളുടെ അവസ്ഥയെ മറന്നുപോകുന്നു, തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുപോകുന്നു, തന്നെത്താൻ തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നു. വേദപുസ്തകത്തിൽ പറയുന്നു, ഓരോ പിതാവും പുരോഹിതനെ പോലെയാണ്. പുരോഹിതനെന്ന് പറഞ്ഞാൽ ആരാണ്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന വ്യക്തി, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. എത്രയോ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുമായി ചേർന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് കുടുംബം വിഛിന്നമായി പോകുന്നുണ്ട്. ആ കുടുംബത്തിൽ വളരുന്ന മക്കളും അനുസരണമില്ലാത്തവരായി മാറും. മദ്യപാനത്തിന് അടിമയായിരിക്കുന്ന നീ കുടുംബത്തെ നശിപ്പിക്കുകയാണെന്നും നിന്റെ ആരോഗ്യത്തെ നീ നശിപ്പിച്ചു കളയുകയാണെന്നും നിന്റെ സമ്പത്തിനെ നീ നശിപ്പിക്കുകയാണെന്നും നിനക്കറിയില്ലേ? എല്ലാവരും പറയാറുണ്ട്, ഞങ്ങൾക്കറിയാം, എന്നാൽ എന്തു ചെയ്യാൻ കഴിയും? ഈ മദ്യപാനത്തിൽ നിന്ന് വെളിയിൽ വരുവാൻ കഴിയുന്നില്ല എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് കർത്താവ് പറയുന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ, എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് പാപത്തിന്മേൽ ജയം നൽകാം. നിങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുവിച്ചിട്ട് നിങ്ങളെ വിശുദ്ധരാക്കി മാറ്റാമെന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഈ ദുശീലത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നടക്കും. ഈ ദിവസങ്ങളിൽ എത്രയോ മദ്യപാനികൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ചിട്ട് മാനസാന്തരപ്പെട്ട് വിശുദ്ധരായി കുടുംബത്തിനും സമൂഹത്തിനും കർത്താവിന്റെ നല്ല സാക്ഷികളായി ജീവിക്കുന്നുണ്ട്. കുടുംബത്തെ നശിപ്പിക്കുന്ന ആയുധങ്ങളിൽ ഒന്നാമത് മദ്യമാണെന്ന് പറയാൻ കഴിയും. രണ്ടാമതായി, ഈ കാലങ്ങളിൽ എത്രയോ കുടുംബങ്ങൾ വേർപിരിഞ്ഞു പോകുന്നുണ്ട്. ഭാര്യയും ഭർത്താവും വേർപിരിയുന്നു. ഇതിന്റെ കാരണം വിവാഹമോചനം എന്നുള്ളതായ നിയമം രാജ്യത്ത് ഉള്ളതുകൊണ്ടാണ്. നിനക്കിഷ്ടമല്ല എങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് വിവാഹമോചനം കൊടുക്കാം, നിന്റെ ഭർത്താവിന് വിവാഹമോചനം കൊടുക്കാം, നിന്റെ ഭർത്താവിന്മേൽ കേസ് കൊടുക്കാൻ കഴിയും. നിനക്ക് നീതി ലഭിച്ചില്ല എങ്കിൽ നിനക്ക് കോടതിയിൽ പോകാൻ കഴിയും. അങ്ങനെ നല്ല നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടെങ്കിലും അനേകർ ആ നിയമങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നു. എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കേണ്ടതിന് പകരമായി, ഒരുമിച്ച് സമാധാനത്തോടുകൂടി ജീവിക്കേണ്ടതിന് പകരമായിട്ട് പരസ്പരം ക്ഷമിച്ചുകൊണ്ട്, പരസ്പരം സഹിച്ചുകൊണ്ട്, പരസ്പരം ഒരുമിച്ച് കുടുംബത്തെ നടത്തേണ്ടതിന് പകരമായിട്ട് ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക്, ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ അപമാനങ്ങൾക്ക് വിവാഹമോചനമാണ് പ്രതിവിധി എന്ന രീതിയിലാണ് കാണുന്നത്. എത്രയോ ആളുകൾ ഈ ദിവസങ്ങളിൽ കോടതിയിൽ പോകുന്നുണ്ട്. ഭർത്താവിന് എതിരായിട്ട് കോടതിയിൽ പോകുന്നതായ ഭാര്യമാർ, ഭാര്യയെ വിട്ടിട്ട് കോടതിയിൽ പോയി വിവാഹമോചനം തേടുന്ന ഭർത്താക്കന്മാരുമുണ്ട്. വിവാഹബന്ധം ദീർഘമായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. വിവാഹം എല്ലാ കാര്യങ്ങളിലും വെച്ച് വിലയേറിയതാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരിക്കൽ ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, ഭാര്യയെ ഉപേക്ഷിക്കുവാൻ കഴിയുമോ? അപ്പോൾ സ്പഷ്ടമായി കർത്താവ് പറഞ്ഞു, ഭാര്യയെ വിട്ടിട്ട് മറ്റൊരുവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുകയാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെയും വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന് വ്യക്തമായി കർത്താവ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ വിവാഹമോചനത്തെക്കുറിച്ച് മോശയുടെ ചട്ടം പറയുന്നുണ്ടല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം എന്താണ്? അത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തം ഉണ്ടാക്കി വെച്ചതാണ്, അല്ലാതെ ആദ്യം മുതൽ ഉള്ളതേയല്ല. വിവാഹമോചന കാര്യങ്ങൾ മനുഷ്യൻ സ്ഥാപിച്ചതാണ്. എന്നാൽ മരണം വരെയും വിവാഹം കഴിച്ച എല്ലാവരും വേർപിരിയാതിരിക്കണമെന്നാണ് കർത്താവിന്റെ ഇഷ്ടം. ഈ കാലത്ത് എത്രയോ ആളുകൾ വിവാഹത്തിന്റെ വില അറിയാത്തവരായി കോടതിയിൽ കയറിയിറങ്ങുന്നവരുണ്ട്. ഈ നാളുകളിൽ കോടതികളിൽ വരുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊലപാതകമാണോ, വസ്തു സംബന്ധിച്ച കാര്യമാണോ, വഞ്ചനാ കുറ്റമാണോ എന്നൊക്കെ വ്യക്തമായി പരിശോധിച്ചു നോക്കിയാൽ വിവാഹമോചനത്തിന് വേണ്ടിയാണ് അനേകം പേർ വരുന്നതെന്ന് കാണുവാൻ കഴിയുകയുണ്ടായി. എത്രയോ ആളുകൾ ഈ കാലത്ത് 3 വർഷം അല്ലെങ്കിൽ 6 വർഷം 20 വർഷത്തോളം കുടുംബജീവിതം നയിച്ചവരും ഉണ്ട്. വിവാഹമോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ എന്നത് ദയനീയമായ അവസ്ഥയാണ്. കുടുംബങ്ങളെ വിവാഹമോചനം എന്ന നിയമത്തിൽ കൂടി തകർത്തു കളയുവാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ വിട്ടിട്ട് മറ്റൊരുവളെ ഞാൻ വിവാഹം കഴിക്കും, നിന്നെക്കാൾ മറ്റൊരുവളെ ഞാൻ വിവാഹം കഴിക്കും എന്ന് പറയുന്നത് ജ്ഞാനമില്ലാത്തതല്ലേ? മറ്റവനോടൊപ്പം നീ താമസിക്കുകയാണെങ്കിൽ, മറ്റൊരുവനെ നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൻ ഇവനേക്കാൾ
നല്ലവനായിരിക്കും, അല്ലെങ്കിൽ ഇവനേക്കാൾ നന്നായി എന്നെ പരിപാലിക്കും എന്നുള്ളതായ ഗ്യാരണ്ടിയുണ്ടോ? ഉറപ്പുണ്ടോ നിനക്ക്? ആ വിശ്വാസമുണ്ടോ? ശമരിയ സ്ത്രീയും ഇതുപോലെ 5 ഭർത്താക്കന്മാരെയാണ് മാറിയത്. 6ാമത്തെ വ്യക്തിയുമായി കുടുംബജീവിതം നയിക്കുവാൻ പരിശ്രമിക്കുകയാണ്. എന്നാൽ അവളുടെ ജീവിതത്തിൽ അവൾ നിരാശപ്പെട്ടു പോയി. നോക്കൂ, വിവാഹം കഴിഞ്ഞതിന് ശേഷം നിന്റെ ഭർത്താവിന് മനസ്സ് മാറ്റം വന്നേക്കാം. നിന്റെ ഭാര്യയ്ക്ക് ജീവിതശൈലിയെ മാറ്റുവാൻ കഴിയും. എന്നാൽ മനുഷ്യനെ മാറ്റുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം അല്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നതായി എത്രയോ സ്ത്രീകൾ ശാന്തമുള്ളവരായി, അനുസരണമുള്ളവരായി മാറിയത് കാണാം. അതെ, മദ്യപാനികളായ എത്രയോ ഭർത്താക്കന്മാർ വിവാഹമോചനത്തിന്റെ വക്കിൽ എത്തിയവർ പോലും പശ്ചാത്തപിച്ചിട്ട് കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അവന്റെ കൃപയാൽ മാനസാന്തരപ്പെട്ട് സന്തോഷത്തോടെ തന്റെ കുടുംബജീവിതം നടത്തുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരായി പരസ്പരം സമാധാനത്തോടെ ജീവിക്കുന്നവരുണ്ട്. പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും നിന്റെ കുടുംബത്തിലെ കലഹങ്ങൾക്കും ഒന്നും വിവാഹമോചനമല്ല പരിഹാരം. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. നിന്റെ കുടുംബജീവിതത്തിൽ എത്ര വലിയ മാറ്റം ഉണ്ടാകുമെന്ന് കാണാം. ഈ ദിവസങ്ങളിൽ കുടുംബജീവിതത്തെ വേർപിരിക്കുന്നതിന് മദ്യത്തിനെയും വിവാഹമോചനമെന്ന നിയമത്തെയും പിശാച് ഒരു തന്ത്രമായി എടുത്തിട്ട് എത്രയോ കുടുംബങ്ങൾ ഛിന്നഭിന്നമാക്കുന്നുണ്ട്. പിശാച് മറ്റു ചില കുടുംബങ്ങളെ വസ്തുവകകൾ കാണിച്ചിട്ട്, അതായത് ഈ ലോകം സംബന്ധിച്ച സുഖ സൗകര്യങ്ങൾ അവരുടെ മുൻപിൽ കാണിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുണ്ടായിരിക്കുന്ന ആ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നു. എത്രയോ ആളുകൾ ഇക്കാലത്ത് ഭാര്യയും ഭർത്താവും പണമുള്ളവരായിരുന്നിട്ടും നിന്റെ പണം നിന്റേത്, എൻ്റെ പണം എൻ്റേത് എന്ന രീതിയിൽ ജീവിക്കുന്നത്, രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കാൻ പോകുന്നതുവരെ അവരുടെ ജീവിതത്തിൽ പണത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും കാര്യങ്ങൾ പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പോലും സമയമില്ല. അത്രമാത്രം ഈ ലോകത്തിലെ കാര്യങ്ങൾ മുഴുകിയിരിക്കുന്നത് നമുക്ക് കാണാം. അത് നമ്മുടെ ചുറ്റുപാടുമുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും അവർക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നു. അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യവും ഇല്ലാതെ ഇരിക്കുന്നത് സാധാരണമായിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം നിന്റെ ഭർത്താവിനെ നീ വിട്ടുമാറരുത്, നിന്റെ ഭാര്യയെ നീ ഉപേക്ഷിക്കരുത് എന്ന് ബൈബിളിൽ പറയുന്നു. എങ്കിൽ എത്ര ആളുകൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി അധ്വാനിച്ച് ജീവിക്കുകയും ഭാര്യയെ വിട്ടുപിരിഞ്ഞിട്ട് ആയിരിക്കുകയും കഴിയുന്നത് നാം കാണുന്നുണ്ട്. ഒരുമിച്ചായിരിക്കുമ്പോഴാണ് സന്തോഷമുള്ളത്. ഒരു കൂരയ്ക്ക് കീഴിൽ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തന്മൂലമുണ്ടാകുന്ന സന്തോഷം എന്താണെന്ന് ഇക്കാലത്ത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. അവർ അത് പരിഗണിക്കുന്നില്ല. എത്രയോ ആളുകളെ പിശാച് ധനമോഹത്തിലാക്കിയിരിക്കുന്നു. ഭാര്യയേക്കാൾ കൂടുതൽ ധനത്തെ സ്നേഹിക്കുന്നത്, ഭർത്താവിനേക്കാൾ കൂടുതലായി തന്റെ വരുമാനത്തിൽ ശ്രദ്ധിക്കുന്നത് ഈ കാലത്ത് നാം കാണുന്നുണ്ടല്ലോ. തന്മൂലം അങ്ങനെയുള്ള കുടുംബങ്ങളിലുണ്ടാകുന്ന മക്കളും ഒരു രീതിയിലുള്ള ഭയവും ഭക്തിയും ഇല്ലാത്തവരായി, ഒരു രീതിയിലുമുള്ള ദൈവഭയം ഇല്ലാത്തവരായിട്ട്, തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരായി, മാതാപിതാക്കളെ അനുസരിക്കാത്തവരായിട്ട് ജീവിക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. നിന്റെ കുടുംബത്തിൽ ഐക്യത ഉണ്ടോ? നിന്റെ കുടുംബത്തിൽ ഐക്യത നഷ്ടപ്പെടുത്തുന്നത് എന്താണ്? പണത്തെക്കുറിച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നവരാണോ? പണത്തിന്റെ വിഷയത്തിൽ തർക്കിച്ച് നിങ്ങൾ പരസ്പരം മിണ്ടാതെ ഇരിക്കുന്നവരാണോ? അനേകം ആളുകളുടെ കുടുംബത്തിൽ പിശാച് സംശയമെന്ന രോഗം ഇട്ടുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംശയമുള്ളവരാക്കി മാറ്റുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ പരസ്പരം വിശ്വാസമുള്ളവരാണോ? നിന്റെ ഭാര്യമേൽ നിനക്ക് വിശ്വാസമുണ്ടോ? നിന്റെ ഭർത്താവിനെ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? നോക്കൂ, ഭാര്യയും ഭർത്താവും പരസ്പരം വിശ്വസിക്കണം. ഒരാളുടെ മേൽ മറ്റൊരാൾക്ക് സംശയം ഉണ്ടായിരിക്കുവാനേ പാടില്ല. പുരുഷൻ മാതാപിതാക്കളെ വിട്ടുപിരിച്ചിട്ട് തന്റെ ഭാര്യയോടൊപ്പം ചേരും. അവർ ഒരു ശരീരമായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു കണ്ണിന് മറ്റേ കണ്ണറിയാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒരു കൈക്ക് മറുകൈ അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒരേ ശരീരമായിരിക്കുന്ന നിങ്ങൾ പരസ്പരം വഞ്ചിക്കുകയാണ് എങ്കിൽ നിങ്ങളെ നിങ്ങൾ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സംശയം മൂലം നിങ്ങളുടെ ജീവിതമാണ് നശിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. ഈ കാലത്ത് എത്രയോ കുടുംബങ്ങൾ പരസ്പരം വിശ്വാസമില്ലാത്തവരായി, ഒരാളെ കുറ്റപ്പെടുത്തി മറ്റൊരാളെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുള്ളവരായി ജീവിക്കുന്നത് നാം കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഐക്യത ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിന്റെ മനസ്സ് ഉള്ളവരായി നിങ്ങൾ ആയിരിക്കണമെന്ന്, അവന്റെ സന്നിധിയിൽ നിങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കണമെന്നും ഓർക്കുക. കുടുംബ ജീവിതത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി മറ്റനേകമായ തന്ത്രങ്ങൾ പിശാച് ദിനംതോറും ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തെ വേർപിരിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ വിവാഹ നാളുകളിൽ വാഗ്ദത്തം ചെയ്തതുപോലെ മരണം നിങ്ങളെ വേർപിരിക്കുവോളം കുടുംബജീവിതം നയിക്കും എന്നുള്ളതായ സത്യം. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വിവാഹ വാഗ്ദത്തങ്ങൾ നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സമർപ്പിക്കൂ. കുടുംബമെന്ന് പറഞ്ഞാൽ കേവലം ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, ദൈവം നിങ്ങൾക്ക് മക്കളെയും നൽകും. ആൺമക്കളെയും പെൺമക്കളെയും ദൈവം നൽകും. മക്കൾ ദൈവം നൽകുന്ന ദാനമാണെന്നും മക്കൾ ദൈവം നൽകുന്ന സമ്പത്താണെന്നും ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുന്നു. നമുക്ക് മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ ജാഗ്രതയോടെ നാം ആയിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ദൈവഭയ ഭക്തിയുള്ളവരാക്കിയിട്ട് വളർത്തണം. സ്നേഹത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്തുന്ന സമയം അവർ മുതിർന്നു കഴിഞ്ഞാൽ ആ സ്നേഹം നമുക്ക് പങ്കുവയ്ക്കും. ഇന്ന് എത്രയോ ആളുകൾ
വളരെ സ്ട്രിക്റ്റായിട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ ശ്രമിക്കുന്നു. പിന്നീട് അതിനെക്കുറിച്ച് അവർ ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ അവരെ അനുസരിക്കാതെ അവർക്ക് നേരെ തിരിയുവാനാണ് ഇടവരുന്നത്. മക്കളെ വളർത്തുന്നതിന് വേണ്ടി ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്ന് ഞങ്ങളെ പഠിപ്പിക്കൂ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് കർത്താവ് പറഞ്ഞു തരും. എത്രയോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പരിഗണിക്കാതെ അവർക്ക് വേണ്ടി എന്ന രീതിയിൽ കുറേ സമ്പാദ്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ അവർക്ക് നിങ്ങളെയാണ് ആവശ്യം എന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നു. ഭാര്യാഭർത്താക്കന്മാരെ, എത്ര സമയം കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങൾ സമയം ചിലവഴിക്കുന്നുണ്ട്? നിന്റെ മക്കളോട്, കുടുംബത്തോടെ നീ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാനിടയാകും. ദൈവത്തിന്റെ നന്മ പ്രാപിക്കാം. കർത്താവിന്റെ ഹിതമാണെങ്കിൽ മറ്റൊരു സന്ദേശത്തിൽ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഈ ദിവസങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാരെ നിങ്ങൾ രണ്ടുപേരും ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ ശീലിക്കുക. ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, പരസ്പരം സഹിക്കുക, പരസ്പരം സഹിഷ്ണുതയോടായിരിക്കുക, പരസ്പരം സമർപ്പണത്തോടുകൂടി ജീവിക്കുക. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ. ഭിന്നതയിൽ ഐക്യത എന്നത് കുടുംബജീവിതത്തിൽ സന്തോഷത്തിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് പരസ്പരം നിങ്ങൾ ക്ഷമയോടെ ആയിരിക്കുക. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 13 അധ്യായത്തിൽ പറയുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള വചനം വായിക്കൂ. ആ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ എത്ര വലിയ മാറ്റം ഉണ്ടാകുമെന്ന്, എത്ര വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിക്കുമെന്നും, അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ആ സ്വർഗീയമായ സന്തോഷം അനുഭവിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. അതെ, ആദ്യം തന്നെ സ്വർഗീയ സന്തോഷം രുചിച്ചറിയാൻ വേണ്ടിയാണ് കുടുംബത്തെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ നാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പരസ്പരം വിദ്വേഷത്തോടുകൂടി സ്വർഗീയ സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കേണ്ടതായ നമ്മുടെ ഗൃഹങ്ങൾ, നമ്മുടെ ഭവനങ്ങളെ നരകമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. കലഹം കൊണ്ട്, പോരാട്ടം കൊണ്ടും, കുറ്റപ്പെടുത്തലും നിന്ദകളും അപമാനവുമെല്ലാം കൊണ്ട് നിരാശയിൽപ്പെട്ടിട്ട് കുടുംബത്തിൽ ഭിന്നത ഉണ്ടാകുന്നു. ഇതാ, ഇന്ന് പരിശുദ്ധനായ കർത്താവ് നിന്റെ കുടുംബം പണിയേണ്ടതിന്, നിന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന കലഹത്തിന് കാരണമായ എല്ലാ തിന്മയിൽ നിന്നും നിന്നെ വിടുവിക്കണമെന്ന്, എല്ലാവിധമായ അടിമത്തത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തണമെന്നും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചിട്ട് നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് അഭിവൃദ്ധിയുള്ളവരാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം നിങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യും. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, എന്നോടൊപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ ദർശിക്കണമേ ദൈവമേ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവേ, നിന്റെ കാരുണ്യത്തിന്റെ കരം അയച്ചിട്ട് അവരുടെ ഭവനത്തിലെ കലഹത്തിന് കാരണമായ എല്ലാ തിന്മയിൽ നിന്ന് വിടുവിച്ച്, പിശാച് തന്റെ ആയുധം ഉപയോഗിച്ച് വേർപെടുത്താൻ ശ്രമിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ ദിവസം നസ്രേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. പിശാച് തകർന്നു പോകേണ്ടതിന്, കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കൾക്ക് ജയമുണ്ടാകേണ്ടതിന് നിന്റെ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ അയക്കണമേ കർത്താവേ. കുടുംബത്തിലുണ്ടാകുന്ന കലഹത്തിന് കാരണമായിരിക്കുന്ന എല്ലാ തിന്മയിൽ നിന്നും വിടുവിക്കണമേ. എല്ലാ പാപങ്ങളിൽ നിന്നും വിടുവിക്കണമേ. എല്ലാ ഭിന്ന അഭിപ്രായത്തിൽ നിന്നും വിടുവിക്കണമേ. ഐക്യതയുള്ളവരായി, ഏകതയുള്ളവരായി തീരുവാൻ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗം പോലെ ആയിരിക്കേണ്ടതിന് അങ്ങ് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ വളർത്തി അനുഗ്രഹിക്കപ്പെട്ടവരേക്ക് മാറ്റാൻ നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സമയം അവരുടെ ജീവിതത്തെ ഞങ്ങളുടെ സ്വന്തം കയ്യിൽ തന്നെ നശിപ്പിക്കുന്നവരായി തീരാതെ, മദ്യപാനത്തിനടിമയായി കുടുംബം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. ഞാൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ശരീരത്തെ, എൻ്റെ കുടുംബത്തെ എല്ലാം നശിപ്പിക്കുകയാണല്ലോ, എൻ്റെ നന്മയെ നശിപ്പിക്കുകയാണല്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ജ്ഞാനമുണ്ടാകാൻ, വിടുവിക്കപ്പെട്ട് നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ അങ്ങനെയുള്ള എല്ലാ വ്യക്തികളെയും നീ സഹായിക്കണമെന്ന്, കലഹപ്രിയരായിട്ട് കുടുംബത്തിൽ ജ്ഞാനമില്ലാത്ത സ്ത്രീകളായി ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തിലെ സന്തോഷം കെടുത്തുന്നതായ എല്ലാ സഹോദരിമാരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവർ പണത്തിൻ്റെ മേലും സമ്പത്തിൻ്റെ മേലും ആഭരണത്തിന് മേലും ഒന്നും തങ്ങളുടെ മനസ്സ് വയ്ക്കാതെ തൻ്റെ ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കാനുള്ള ജ്ഞാനത്തെയും ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി കുടുംബത്തെ കെട്ടിപ്പടുക്കാനുള്ളതായ ദൈവീയ ജ്ഞാനത്തെ ഈ ദിവസം എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കുടുംബസ്ഥകൾക്കും നീ കൊടുക്കുമാറാകണമേ ദൈവമേ. ഏതു കുടുംബത്തിലാണ് പിശാചിന്റെ പണിയുള്ളത്? അങ്ങനെയുള്ള കുടുംബത്തിൽ നസ്രേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. പിശാച് ഓടിപ്പോകുവാൻ പരിശുദ്ധാത്മാവ് ആ ഭവനത്തിൽ നിവസിക്കുവാൻ സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ്. ഏതു കുടുംബത്തിലാണോ മദ്യപാനം മൂലമായിട്ട്, ഈ കലഹം മൂലമായിട്ട്, കുടുംബത്തിൽ കേസും വഴക്കും മൂലമായിട്ട് അവരുടെ സമ്പത്തെല്ലാം നശിച്ചു പോയിട്ട് അവർ എല്ലാവരാലും അപമാനിക്കപ്പെട്ട് സാമ്പത്തിക നഷ്ടം വന്ന് കടഭാരം കയറി അവസാനം നിരാശയിലകപ്പെട്ട് മരിച്ചു പോകാമെന്ന് വിചാരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നീ ഓർക്കണമേ. അവർക്ക് നസ്രേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. അവർക്ക് പ്രത്യാശയും ആശ്വാസവും ലഭിക്കുക നിങ്ങളിലേക്ക് നോക്കുന്നതിനായി, എല്ലാ ബന്ധനത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിനായി, ഈ ദിവസം മുതൽ അവരുടെ കുടുംബങ്ങളെ കെട്ടിപ്പടുക്കുന്നതിനായി,
വചനപ്രകാരം അവരുടെ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനായി, അവരുടെ മക്കളെ ഭയവും ഭക്തിയും ഉള്ളവരാക്കി വളർത്തിയെടുത്ത് നിന്റെ നാമമഹത്വത്തിനായി തീർക്കുന്നതിന് വേണ്ടി നിന്റെ കൃപ അവരുടെ മേൽ സമൃദ്ധിയായി വർഷിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നിന്റെ കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കുന്നതിനായി, നിന്റെ കുടുംബത്തിൽ ദാരിദ്ര്യം കൊണ്ടുവരുന്നതിനായി, നിന്റെ കുടുംബത്തിൽ രോഗവും വ്യാധിയും വരുന്നതിന് കാരണമായിരിക്കുന്ന എല്ലാ പാപത്തെയും കുറിച്ച് പശ്ചാത്തപിക്കുവാൻ ശ്രമിക്കൂ. എല്ലാ പ്രശ്നത്തിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. കുടുംബമായി നിങ്ങൾ നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ജ്ഞാനമില്ലാത്തത് കൊണ്ട് സംഭവിച്ച കടബാധ്യതയാകട്ടെ, കഷ്ടത ആകട്ടെ, ഈ ലോകപ്രകാരമുള്ള സുഖവും സന്തോഷവും ലഭിക്കുന്നതിന് വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറിയിട്ട് വീണ്ടും കഷ്ടതയിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തുവാൻ ഇടയാകരുത്. ഭർത്താവുമായി ചെറിയ പിണക്കമുണ്ടായാൽ ഞാൻ വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞു പോകരുത് സഹോദരി. നിന്റെ ഭർത്താവിനോട് ക്ഷമിക്കൂ, സഹിക്കൂ. അവരെയും ഒരു ദിവസം ദൈവം മാനസാന്തരപ്പെടുത്തുമെന്ന വിശ്വാസത്തോടെ ആയിരിക്കൂ. നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ദൈവം തീർച്ചയായും നിന്നെ രക്ഷിക്കും. നിനക്ക് ഒരു അന്യായവും ചെയ്യാത്ത, ന്യായം മാത്രം ചെയ്യുന്ന ഒരു ന്യായാധിപതി നിനക്കുണ്ടെന്ന് വിശ്വസിക്കൂ. കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്റെ കുടുംബത്തെ അവൻ അനുഗ്രഹിക്കും. യേശുവേ, 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 യേശുവേ.